ചിന്ന ചിന്ന ആശയ് നവാഗതയായ വർഷ വാസുദേവ് രചനയും സംവിധാനവും നിർവഹിച്ച് ഇന്ദ്രൻസും മധുബാലയും പ്രധാന വേഷങ്ങളിൽ എത്തിയ സിനിമയാണ് ചിന്ന ചിന്ന ആശയ്. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ രണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമ അനുഭവം നൽകുന്നു. തഞ്ചാവൂരിൽ നിന്നുള്ള ലീല ഒരു തീർത്ഥാടക ഗ്രൂപ്പിനൊപ്പം വാരാണസിയിൽ എത്തുന്നതാണ് സിനിമയുടെ തുടക്കം. എന്നാൽ അവിടുത്തെ തിരക്കുകൾക്കിടയിൽ ലീലയ്ക്ക് തൻ്റെ ഗ്രൂപ്പിനെ നഷ്ടപ്പെടുകയും പേഴ്സും ഫോണും മോഷണം പോവുകയും ചെയ്യുന്നു. വാരാണസിയുടെ ഘട്ടുകളിൽ ഒറ്റപ്പെട്ടു പോയ ലീലയ്ക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാധവ മാഷ് അവിചാരിതമായി കാണുകയും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നു. തുടർന്ന് ഒരു പകലും രാത്രിയും കൊണ്ട് അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭാഷണങ്ങളും അവർ പരസ്പരം പങ്കുവയ്ക്കുന്ന ജീവിത അനുഭവങ്ങളും നഷ്ടബോധങ്ങളുമാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. ചിന്ന ചിന്ന ആശയ് എന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ഇന്ദ്രൻസിൻ്റെ മാധവൻ മാഷ് എന്ന കഥാപാത്രമാണ്. വളരെ നിഷ്കളങ്കമായി എന്നാൽ ആഴമുള്ള അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മധുബാല ലീലയായി മികച്ച പ്രകടനം നടത്തി. ഒരുപാട് സങ്കടങ്ങളും പരാജയങ്ങളും ഉള്ളിൽ ഒതുക്കുന്ന ലീലയെ അവർ മനോഹരമായി അവതരിപ്പിച്ചു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും ലീല നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് മികച്ച ഔട്ട്പുട്ടാണ് ലീല എന്ന ക്യാരക്ടർ നൽകിയിരിക്കുന്നത്. ഗോവിന്ദ് വസന്തയുടെ സംഗീതം സിനിമയെ മനോഹരമാക്കി. 96 ഒക്കെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പശ്ചാത്തല സംഗീതമാണ് ഗോവിന്ദ് വസന്ത ഒരുക്കിയിരിക്കുന്നത്. വയലിനും സാരംഗിയും ഉപയോഗിച്ചുള്ള BGMഉം സിനിമയുടെ വൈകാരികമായ രംഗങ്ങളെ മറ്റൊരു തരത്തിൽ എത്തിച്ചു. വാരണസിയെ വെറും ഒരു ടൂറിസ്റ്റ് സ്ഥലമായി കാണിക്കാതെ അവിടുത്തെ ഇടുങ്ങിയ ഗലികളും ഘാട്ടുകളും ഗംഗാനദിയും ഒക്കെ അതിൻ്റെ യഥാർത്ഥ ഭംഗിയോടെയും ജീവനോടെയും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ക്യാമറാമാൻ. സിനിമയിലെ പ്രധാനപ്പെട്ട പല രംഗങ്ങളും സംഭാഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ, പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഇവരുടെ സംഭാഷണങ്ങൾ പ്രേക്ഷകരുമായി പെട്ടെന്ന് കണക്റ്റാകുന്നു. അപർണ ബാലമുരളി തൻ്റെ കഥാപാത്രത്തെ മികച്ചതാക്കി. ചിത്രം തികച്ചും ഒരു സംഭാഷണ പ്രധാന സിനിമയായി കാണാം. അതുകൊണ്ട് തന്നെ വലിയ ട്വിസ്റ്റുകളോ വേഗതയോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചിത്രം അല്പം വിരസമായി തോന്നിയേക്കാം. ചിന്ന ചിന്ന ആശയ് എല്ലാവർക്കുമുള്ള ഒരു സിനിമയല്ല. ശാന്തമായ ആഴമുള്ള ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ഫീൽ ഗുഡ് അനുഭവമാകുന്നു ചിന്ന ചിന്ന ആശയ്. ഇന്ദ്രൻസിൻ്റെയും മധുവിൻ്റെയും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾക്കായി ഈ ചിത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. ഒരു സമാധാന മൂഡിൽ കണ്ടിരിക്കാവുന്ന വാരണാസിയുടെ പശ്ചാത്തലത്തിൽ രണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു നല്ല ഫീൽ ഗുഡ് സിനിമയാകുന്നു ചിന്ന ചിന്ന ആശയ്.